ഹായ് ഹലോ. മാരേജ് ഇസ് എ ലീഗൽ ബോണ്ട് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്. എന്നാൽ പലപ്പോഴും ഒത്തുപോകാൻ കഴിയില്ല എന്ന് തോന്നുമ്പോഴാണ് ആളുകൾ ഡിവോഴ്സിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ യിൽ എങ്ങനെയാണ് ഡിവോഴ്സ്, ഏതൊക്കെ ടൈപ്പ് ഡിവോഴ്സ് ഉണ്ട്, അതിനെന്തൊക്കെ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം യിൽ മുസ്ലിം കപ്പിൾസിന് ശരിയ ലോ പ്രകാരവും നോൺ മുസ്ലിം കപ്പിൾസിന് സിവിൽ ലോ പ്രകാരവുമാണ് ഡിവോഴ്സ് ഡീൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയെ അപേക്ഷിച്ച് യിൽ വളരെ ഫാസ്റ്റായിട്ട് ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്ത് കിട്ടും ഇഫ് ഇറ്റ് ഈസ് മ്യൂച്വൽ ഡിവോഴ്സ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു 2-3 ഇയേഴ്സ്, സം ടൈം അതിനേക്കാൾ കൂടുതലൊക്കെ എടുക്കും. പക്ഷേ ഇവിടെ 2-3 മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്ത് കിട്ടും. അപ്പം ഞാൻ ആദ്യം തന്നെ ടൈപ്പ് ഓഫ് ഡിവോഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഒന്ന് മ്യൂച്വൽ ഡിവോഴ്സ്. മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടിയും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എഗ്രി ചെയ്യാണ്, അവരുടെ ഇടയ്ക്ക് മറ്റ് തർക്കങ്ങളൊന്നുമില്ല. കസ്റ്റഡിയെക്കുറിച്ചാണെങ്കിലും മെയിൻ്റനൻസിനെ കുറിച്ചാണെങ്കിലും രണ്ട് പേരും ഒരു പൂർണ്ണ ധാരണയോടെ ഒരുമയോടെ ഈ ഡിവോഴ്സിലോട്ട് കടക്കുന്നതിനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടസ്റ്റ് ഡിവോഴ്സ്. കണ്ടസ്റ്റ് ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും തർക്കങ്ങൾ വന്നു, കോംപ്ലിക്കേഷൻസ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള, അതായത് അസറ്റ് ഡിവിഷൻ, അതിലെ പ്രോപ്പർട്ടി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, അല്ലെങ്കിൽ മെയിൻ്റനൻസ് അലിമണിയെക്കുറിച്ച് എന്തെങ്കിലും തർക്കങ്ങൾ വന്നു, അങ്ങനെ ചൈൽഡ് കസ്റ്റഡി, വിസിറ്റേഷൻ റൈറ്റ് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടസ്റ്റഡ് ഡിവോഴ്സിൻ്റെ അണ്ടറിൽ വരും. മൂന്നാമത്തത് നോ ഫോൾ ഡിവോഴ്സ്. നോ ഫോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എവിഡൻസ് കൊടുക്കണം, റീസൺ പറയണം, ഇതൊക്കെയാണ്. പക്ഷേ നോ ഫോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണറിനെ കുറിച്ച് ഒരു കുറ്റവും പറയണ്ട. നമുക്കിപ്പോൾ അവരുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഓപ്പോസിറ്റ് പാർട്ടീനെ ബ്ലെയിം ചെയ്യാതെ തന്നെ നടത്തുന്ന ഒരു ഡിവോഴ്സിനെയാണ് നോ ഫോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന് ഡോക്യുമെന്റ്സ് റിക്വയർഡ് ആയിട്ടുള്ളതെന്ന് പറയാം. ഒന്ന് മാരേജ് സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റഡ് ആയിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ്. 2 എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി. അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദുബായ് സിവിൽ ഫാമിലി കോർട്ട് വഴിയും ദുബായ് പേഴ്സണൽ സ്റ്റാറ്റസ് കോർട്ട് വഴിയും അബുദാബി സിവിൽ ഫാമിലി കോർട്ട് വഴിയും നമുക്ക് ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്.